ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ലൈഫ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, പല്ലിലെ കറ. അപ്പോൾ ഒട്ടേറെ ആൾക്കാർക്ക് പല്ലിലെ കറയുണ്ട്. അപ്പോൾ പല്ലിലെ കറയെന്ന് പറയുമ്പോൾ ആദ്യമേ ഞാൻ പറയാം, ഈ പല്ലിൽ നിങ്ങൾക്ക് ബ്ലഡ് അല്ലെങ്കിൽ ടീത്ത് ഡെത്തായിട്ടുള്ള പല്ല് കാണും. അപ്പം അങ്ങനത്തെ പല്ലിന് വരുന്ന നിറവ്യത്യാസം എന്ത് ചെയ്താലും മാറത്തില്ല. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. നിങ്ങളുടെ പല്ല് എല്ലാ പല്ലിൽ നിന്നും വ്യത്യസ്തമായിട്ട് കളർ ചേഞ്ച് ഉണ്ട്. ഒന്നോ രണ്ടോ പല്ല് മറ്റ് പല്ലുകളിൽ നിന്നും വ്യത്യസ്തമായ കളറുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുക തന്നെ വേണം. അത് പല്ലിൻ്റെ ഡോക്ടറെ പോയി കണ്ട് എന്താണ് അതിന് മാർഗം എന്നുള്ളത് നോക്കി നിങ്ങൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതല്ല നോർമലി എല്ലാ പല്ലും ഇപ്പം മുറുക്കാൻ അല്ലെങ്കിൽ പുകവലി, അതല്ലാതെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് പിന്നെ പല്ല് നമുക്ക് തിരക്കിനിടയിൽ വൃത്തിയായിട്ട് തേക്കാൻ പറ്റാതെ വരികയും ഒക്കെ വരുന്ന സിറ്റുവേഷൻ. പിന്നീട് വേറൊന്നുമല്ല, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉമുക്കരി, അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആരും ഉപയോഗിക്കുന്നില്ല. ഉമുക്കരിയും പൽപ്പൊടിയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അറിയത്തു കൂടിയില്ല, എന്താണെന്ന് കൂടി അവർക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉമുക്കരി വെച്ചിപ്പം എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ പോലും ഉമുക്കരി വെച്ചിട്ട് ഞാൻ പല്ല് തേച്ചിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ഇട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാവില വെച്ചിട്ട് പല്ല് തേച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കുറച്ച് കാലം മുന്നേ വരെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഏകദേശം ഒരു 8 ഇയർ ബാക്ക് ഞാൻ 8 ഇയർ 8 വർഷമായിട്ട് ഞാൻ വേറെ നമ്മുടെ ഒരു നാട്ടുമ്പുറത്തുനിന്ന് മാറിയാണ് താമസിക്കുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു ചുറ്റുപാടിൽ നമുക്ക് മാവലയോ ഉമുക്കരി ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പല്ലിനുണ്ടാകുന്ന മോണപ്പഴുപ്പ്, അതുപോലെ കുട്ടികളിലുണ്ടാകുന്ന പല്ല് പുഴുത്ത് പോകാറുണ്ടല്ലോ, അങ്ങനെ പൊട്ടുന്നത്, അണപ്പല്ലിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ പല്ലിലുണ്ടാകുന്ന കറ, അതുകൂടാതെ നമുക്ക് പല്ലും മോണയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മിക്ക കാര്യങ്ങൾക്കും നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ പേസ്റ്റ് നമുക്ക് യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഉമുക്കരി പേസ്റ്റ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഉമുക്കരിയും വെളിച്ചെണ്ണയും. ഉമുക്കരി നന്നായിട്ട് പൊടിച്ച് വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്തെന്ന് വെച്ച് പ്രോബ്ലം ഇല്ല. അത് പൊടിച്ച് വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു ബ്രഷിലാക്കിയിട്ട് നന്നായിട്ട് പല്ല് തേക്കുക. ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പ്രോബ്ലം അല്ലാണ്ടുള്ള പല്ലിലെ എല്ലാ കാര്യങ്ങൾക്കും, പോട് വരുന്നതിനും ഒക്കെ ഒരു പോട് വരുന്നതിനൊരു പരിഹാരമായിട്ടാണെങ്കിലും പല്ലുപുഴുപ്പിനൊരു പരിഹാരമായിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടിപ്സാണ് വെളിച്ചെണ്ണയും ഉമുക്കരിയും കൂടി മിക്സ് ചെയ്ത് പല്ല് തേക്കുന്നത്. അപ്പോൾ ആ എണ്ണവഴുക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷം അല്പം പേസ്റ്റ് എടുത്തിട്ട് ബ്രഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആഴ്ചയിൽ 3 തവണയെങ്കിലും രാത്രി കിടക്കുന്നതിന് മുൻപ് പേസ്റ്റിൽ മഞ്ഞൾപ്പൊടി ഇട്ട് പല്ല് തേക്കുക. അപ്പം ഈ ഒരു കാര്യം അത് ആഴ്ചയിൽ ഒരു 3 തവണയും ഡെയിലി നിങ്ങൾ ഉമുക്കരിയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് തേക്കുക. ഒരു ചെറിയ അളവിൽ പേസ്റ്റും കൂടി എടുത്ത് തേക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമുക്കരിയും വെളിച്ചെണ്ണയും തേച്ച് ബ്രഷ് ചെയ്തതിന് ശേഷം മാത്രം പേസ്റ്റ് ഇട്ട് പല്ല് തേക്കുക. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പല്ലിലെ എല്ലാ പ്രോബ്ലംസും, മോണയിലുണ്ടാകുന്നതും പല്ലിലുണ്ടാകുന്നതുമായ എല്ലാ പ്രോബ്ലംസും പോകുന്നതായിരിക്കും. മോണ പൊട്ടുന്നത് നമ്മുടെ ബ്രഷ് കൊണ്ടിട്ട് പൊട്ടാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ പൊട്ടുന്ന സാഹചര്യം വരുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രഷ് മാറ്റുക എന്നുള്ളതാണ്. കാര്യം അതാണ് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ. ഇപ്പം ഒരു 6 മന്തിൽ കൂടുതൽ 3 മന്ത്സ് വരെയൊക്കെയാണ് ഒരു ബ്രഷിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഒരു 6 മന്ത് കൂടി, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒരു 5 അല്ലെങ്കിൽ ഒരു 5-6 ആ ഒരു 6 മന്ത്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഒരു ബ്രഷ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രഷിൻ്റെ ഒരു കാലയളവ് കുറയ്ക്കുക, അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല്ലിലെ കറ പോകാൻ ചെയ്യാൻ പറ്റുന്ന നല്ല 2 വഴികളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കഴിവതും പഴമയിലേക്ക് പോകാൻ ശ്രമിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയും ഉമുക്കരിയും വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്സും, അതുപോലെ പേസ്റ്റിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള ഒരു ടിപ്സും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടും, 100% ഷുവറാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഈ ചാനൽ, എല്ലാവരും അല്ല, നിങ്ങൾ ഇപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നല്ല നല്ല കമൻസുകൾ വരുന്നുണ്ട്. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയേറെ താങ്ക്സ്.
താങ്ക്സ്, ഒരു വലിയൊരു താങ്ക്സ് പറയുന്നു. താങ്ക് യു. ബൈ ബൈ.